നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രമീല ജോജി, തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ പീഡിയാട്രിക് എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ കെയർ കൺസൾട്ടൻ്റാണ്. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം എന്നതിനെക്കുറിച്ച് ആണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അവരുടെ ശാരീരിക ആരോഗ്യം, അതായത് ഫിസിക്കൽ ഹെൽത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പോൾ എന്തുമാത്രം നമ്മൾ മാനസിക ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. ഇപ്പോൾ വെക്കേഷൻ ആയിരുന്നു, 2 മാസം വീട്ടിലിരുന്ന് കളിച്ചൊക്കെ ചിരിച്ചിരുന്നു. ഇപ്പോൾ അവർ സ്കൂളിലോട്ട് ഇപ്പോൾ പോകും, പഠിക്കാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് അമിതമായിട്ടുള്ള പല പല സ്ട്രെസ്സ് സിറ്റുവേഷൻസ് വരും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ആഹാര കാര്യങ്ങളിലൊപ്പം തന്നെ അവരുടെ ഉറക്കം, അവർ കറക്റ്റ് സമയത്ത് ഉറങ്ങുന്നുണ്ടോ, എത്ര സമയം അവർ പഠിക്കുന്നുണ്ട്, എത്ര സമയം മൊബൈലുമായിട്ട്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഈ മൊബൈൽ യൂസ് നല്ലപോലെ കുഞ്ഞുങ്ങളുടെ കുറയ്ക്കണം. അതവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നല്ലതായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി മൊബൈൽ യൂസ് കുറച്ചിട്ട് നേരത്തെ ശരിക്കും പറഞ്ഞാൽ 8 മണിക്കൂർ ഉറക്കം കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ അവരെ വളരെ നേരത്തെ ഉറക്കാൻ നമ്മൾ നേരത്തെ ഫുഡൊക്കെ കൊടുത്ത് ഒരു 9:30 ഒക്കെ ആകുമ്പോൾ മാക്സിമം കുഞ്ഞുങ്ങൾ ഉറങ്ങിയിരിക്കണം. കാരണം രാവിലെ മിക്കവാറും സ്കൂൾ ബസ്സൊക്കെ വരുന്നതുകൊണ്ട് രാവിലെയൊക്കെ എണീക്കേണ്ടതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നല്ലതായിട്ട് നോക്കണം. അപ്പോൾ ഇവർക്ക് ഈ സ്ട്രെസ്സൊക്കെ ഒത്തിരി വരുവാണെന്ന് വെച്ചോ, നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്ന പോലെ കേൾക്കുന്നില്ല, നേരത്തെ നല്ല അനുസരണയായിരുന്നു, പെട്ടെന്ന് സ്വഭാവത്തിലൊരു വ്യത്യാസം വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് തോന്നും, നമുക്കിപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഗ്രാൻഡ് പേരൻസിനും ഒക്കെ തോന്നുന്നു കുഞ്ഞുങ്ങളുടെ സ്വഭാവം കുറച്ച് മാറുന്നു, കുറച്ച് മൂടിയായിട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എത്ര അവരോട് സംസാരിച്ചാലും ചിലപ്പോൾ നമ്മളോട് അവർ എല്ലാം പറയണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി പീഡിയാട്രിഷനെ കാണിക്കാം, ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ കാണിക്കാം. അപ്പോൾ ചൈൽഡ് സൈക്കോളജിസ്റ്റ് കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ മാനസികമായിട്ടുള്ള ഇതിന് കുറച്ചുകൂടെ ട്രെയിനിങ് ഉള്ളവരാണ് പീഡിയാട്രിഷ്യൻസിനെക്കാട്ടിലും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പേരൻസിന് ഡയറക്ഷൻ തരും. അതനുസരിച്ച് നമുക്ക് കുഞ്ഞുങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ബെറ്റർ ആക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ അധികമായിട്ട് കുഞ്ഞുങ്ങളൊക്കെയും എന്തെങ്കിലും ഒരു സ്ട്രെസ് വന്നാൽ ഉടൻ അങ്ങ് മരിച്ചു കളയാം എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ്. സൂയിസൈഡ് അറ്റംപ്റ്റ്സും സൂയിസൈഡ് ടെൻഡൻസീസും കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി കൂടുതലാണ്. അത് ചിലപ്പോൾ മീഡിയ ആയിരിക്കാം, അവർക്ക് ടി വിയിൽ നിന്നും സീരിയലിൽ നിന്നും അങ്ങ് പലതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം. നമ്മൾ വീട്ടിൽ പേരൻസ് തന്നെ പറയുന്നതായിരിക്കാം കുഞ്ഞുങ്ങളോട്, നമ്മൾ തന്നെ അങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് കുറയ്ക്കേണ്ടത് നമ്മുടെ വളരെ ആവശ്യമാണെന്നാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ മെൻ്റൽ ഹെൽത്ത് നല്ലതായിട്ട് പോകണം. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനൊപ്പം ഈ മെൻ്റൽ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവർക്ക് എന്താണ് സ്ട്രെസ് ഫാക്ടർ എന്ന് അവരോട് സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളാൽ കഴിയുന്നതാണെങ്കിൽ നമുക്ക് തന്നെ അത് കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ സ്കൂളിലെ സ്ട്രെസ് ഫാക്ടേഴ്സ് ടീച്ചേഴ്സൊക്കെ പബ്ലിക്കായിട്ട് കളിയാക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അത് പോട്ടെ, സാരമില്ല എന്ന് പറയുകയും ടീച്ചേഴ്സിനോട് പോയി അത് സംസാരിക്കുക. അങ്ങനെ അവരോട് ചോദിക്കുക, കുഞ്ഞുങ്ങളോട് ഓപ്പണായിട്ട് ചോദിക്കുക അവരുടെ പ്രശ്നം എന്താണെന്ന്. അതനുസരിച്ച് അത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മാനസിക നില നല്ലതായിട്ട് വരട്ടെ, അവരുടെ ഫിസിക്കൽ ഹെൽത്തിനൊപ്പം മെൻ്റൽ ഹെൽത്ത് നല്ലതായിട്ട് വരട്ടെ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്കത് ഒന്നിച്ച് അതിന് വേണ്ടി ട്രൈ ചെയ്യാം.